പിണ്ടിമന പഞ്ചായത്തിലെ ചെങ്കരയിൽ കാടും പാഴ്മരങ്ങളും നിറഞ്ഞ സ്ഥലം പ്രദേശത്ത് ഭീതി വിതയ്ക്കുന്നു. UP സ്കൂളിനോട് ചേർന്നുള്ള ഈ സ്ഥലം ഇഴജന്തുക്കളുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും താവളമാണ്. ഇവിടെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തണമെന്ന ആവശ്യത്തോട് ഉടമസ്ഥരായ പെരിയാർ വാലിയോ ത്രിതല പഞ്ചായത്തുകളോ അനുകൂലമായി പ്രതികരിക്കാത്തതിൽ പ്രതിഷേധം ഉയരുന്നുണ്ട്. ഭൂതത്താൻകെട്ടിന് സമീപം പ്രധാന റോഡിന്റെ ഇരുവശത്തുമായാണ് പെരിയാർ വാലിയുടെ ഉടമസ്ഥതയിലുള്ള ഏക്കർ കണക്കിന് സ്ഥലം ഉപയോഗിക്കാതെ കിടക്കുന്നത്. വർഷങ്ങൾ പിന്നിട്ടപ്പോൾ വലിയ പാഴ്മരങ്ങളും കുറ്റിക്കാടുകളും നിറഞ്ഞ് ഭയപ്പെടുത്തുന്ന അവസ്ഥയിലാണിവിടം. ഈ പ്രദേശം പിണ്ടിമന പഞ്ചായത്തിൻ്റെ 2-ാം വാർഡ് അതുപോലെ തന്നെ 3-ാം വാർഡിൻ്റെ ഒരു ജംഗ്ഷനാണ്. ഗവൺമെൻറ് UP സ്കൂള് അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് ചേർന്ന് നമ്മുടെ പഞ്ചായത്തിൻ്റെ ഹെൽത്ത് സെൻറ്റർ, സമീപത്ത് തന്നെ ഒരു ആരാധനാലയം എല്ലാം സ്ഥിതി ചെയ്യുന്നൊരു പ്രദേശമാണ്. ഈ പ്രദേശം വളരെ വിജനമായിട്ട് വർഷങ്ങളായി ഇങ്ങനെ കാട് പിടിച്ചും ഇവിടെ ഒരു ആശ്വാസ കേന്ദ്രം ഉണ്ട്. ആശ്വാസ കേന്ദ്രമൊക്കെ വർഷങ്ങളായി പണിത് ഉപയോഗമില്ലാതെ ഇങ്ങനെ നശിച്ച് കിടക്കുന്ന ഒരു അവസ്ഥയിലാണ്. ഇവിടെ ഏത് സമയത്തും അന്യ പ്രദേശങ്ങളിൽ നിന്നെല്ലാം ധാരാളം ആളുകൾ വന്നു പോകുന്നതാണ്. ആളുകൾ വന്നു പോകുന്നുണ്ടെങ്കിലും അവരാരാണ് എന്താണെന്നൊന്നും നമുക്ക് അറിയാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. സന്ധ്യയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ പ്രദേശങ്ങളിലെല്ലാം വണ്ടികളൊക്കെ ഒതുക്കിയിട്ട് ആളുകൾ വണ്ടിയിലിരുന്ന് മദ്യപിക്കുന്നുണ്ടാവും, പലതും ഉണ്ടാവും. നമുക്ക് ഒന്നും ചോദ്യം ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. പ്രകൃതിക്ഷോഭത്തിൽപ്പെടുന്നവരെ താൽക്കാലികമായി താമസിപ്പിക്കുന്നതിന് നിർമ്മിച്ച ആശ്വാസ കേന്ദ്രം ഭാർഗവി നിലയമായി ഒരു ഭാഗത്തുണ്ട്. കാലപ്പഴക്കം കൊണ്ട് ഇടിഞ്ഞു വീഴാറായി. ഇടയ്ക്കിടെ സാമൂഹ്യവിരുദ്ധർ പ്രയോജനപ്പെടുത്തുന്നതിന്റെ ലക്ഷണങ്ങൾ ഉള്ളിൽ കാണാം. ഇഴജന്തുക്കളും ക്ഷുദ്രജീവികളുമാണ് ഇവിടെ അധിവസിക്കുന്നത്. തൊട്ടടുത്ത് ഗവൺമെന്റ് UP സ്കൂളും ആരാധനാലയവുമുണ്ട്. കൊച്ചുകുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഭയത്തോടെയാണ് കടന്നുപോകുന്നത്. കാടുവെട്ടി വൃത്തിയാക്കിയിടണമെന്ന ആവശ്യത്തോടു പോലും പെരിയാർ വാലി അനുകൂലമായി പ്രതികരിക്കുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഇവിടെ കാട് പിടിച്ച് മലമ്പാമ്പും എന്ത് കാട്ടുമൃഗങ്ങളും വന്നാൽ പോലും കൊച്ചുകുട്ടികൾ സ്കൂളിൽ പോകുന്ന വഴിയാണ്. വളരെ ശോചനീയമായ അവസ്ഥയിലാണ് കാട് പിടിച്ച് കിടക്കുന്നത്. ചെങ്കര സ്കൂളിൻ്റെ സമീപമാണ്. ഇവിടെ 7-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ പഠിക്കുന്നുണ്ട്. കാൽനടയായും വാഹനത്തിലാണ് കുട്ടികൾ വരുന്നത്. ബസ് സ്റ്റോപ്പുണ്ട്, ഭൂതത്താൻകെട്ട് ടൂറിസ്റ്റ് കേന്ദ്രമുണ്ട്. അനവധി പാഴ്മരങ്ങൾ വളർന്ന് പന്തലിച്ച് നിൽക്കുന്നുണ്ട്. അപകടം ഉണ്ടാകാനായി ഏറെ സാധ്യതകളുണ്ട്. അപകടം ഉണ്ടാകുന്നതിന് മുമ്പ് ഈ വൃക്ഷങ്ങൾ മുറിച്ച് മാറ്റുന്നതാണ് നല്ലത് എന്നാണ് നാട്ടുകാരൻ എന്ന നിലയിൽ എൻ്റെ അഭിപ്രായം. ഈ സ്ഥലം ഫലപ്രദമായി ഉപയോഗപ്പെടുത്തണമെന്ന ആവശ്യം വളരെ കാലമായി ഉയരുന്നതാണ്. ത്രിതല പഞ്ചായത്തുകളും സർക്കാരും ഇതിന് തയ്യാറാകുന്നില്ല. ഭൂതത്താൻകെട്ട് ടൂറിസ്റ്റ് കേന്ദ്രത്തിന്റെ സാമീപ്യം കൂടി പ്രയോജനപ്പെടുത്താവുന്ന പദ്ധതി നിർദ്ദേശങ്ങൾ പലരും സമർപ്പിച്ചിരുന്നുവെങ്കിലും ഒന്നും നടപ്പായില്ല. കാർഷിക വിപണന കേന്ദ്രം, ടേക്ക് എ ബ്രേക്ക്, മിനി പാർക്ക്, പൂന്തോട്ടം എന്നിവയ്ക്കെല്ലാം അനുയോജ്യമാണ്. 10 സെന്റ് സ്ഥലം പെരിയാർ വാലിയിൽ നിന്നും വിട്ടുകിട്ടിയിട്ടും ബ്ലോക്ക് പഞ്ചായത്തും പരിഗണിച്ചില്ല. ത്രിതല പഞ്ചായത്തുകൾ താൽപ്പര്യമെടുത്താൽ നിരവധി പേർക്ക് തൊഴിലും പ്രദേശത്തിന്റെ വികസനവും സാധ്യമാക്കുന്ന പദ്ധതികൾ നടപ്പാക്കാൻ കഴിയുമെന്ന് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MM ജോസഫ് പറഞ്ഞു. അതുപോലെ തന്നെ ഇതിനോട് ചേർന്ന് വരുന്ന ഈ വെയിറ്റിംഗ് ഷെഡിൻ്റെ തൊട്ട് പുറകിൽ കഴിഞ്ഞ 2022 PVIP കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന് 10 സെന്റ് സ്ഥലം വിട്ടുകൊടുത്തതാണ്. അവിടെ ഒരു വനിതാ പ്രോജക്റ്റ്, വനിതാ വിപണന കേന്ദ്രം എന്ന് പറഞ്ഞൊരു പദ്ധതി ആസൂത്രണം ചെയ്ത് അതിന് ഫണ്ടെല്ലാം വെച്ചതാണ്. പക്ഷേ ഇത്രയും കാലമായിട്ട് അതിനൊരു യാതൊരു നടപടിയും നടത്തിയിട്ടില്ല. പൊതുവെ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇനി PVIPക്കും സാമ്പത്തിക പ്രശ്നമുണ്ടെന്ന് പറയുന്നു. PVIPക്കും കാടൊന്നും വെട്ടി പൂർത്തിയാക്കാൻ കഴിയുന്നില്ല. പഞ്ചായത്ത് അതിലൊട്ടും ശ്രദ്ധിക്കുന്നില്ല. GTV ന്യൂസ്, കോതമംഗലം.